ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു മൂവി റിവ്യൂലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന മൂവിയുടെ പേര് എബ്രാം മോസ്ലർ എന്നാണ്. മൂവിയുടെ പേര് മിഥുൻ മാനുവൽ തോമസ് ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിനെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാസ്റ്റ് നോക്കിയാൽ ജയറാം മലയാളത്തിലേക്ക് കുറേ വർഷം ജയറാമിൻ്റെ ചിത്രം റിലീസ് ചെയ്യുന്ന പ്രത്യേകതയാണ് ഹോസ്റ്റലിന് ഏറ്റവും കൂടുതൽ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ കാസ്റ്റ് നോക്കിയാൽ ജയറാമിനെ കൂടാതെ അനശ്വര രാജൻ, മമ്മൂട്ടി, ജഗദീഷ്, ദിനേഷ് പോത്തൻ, അർജുന അശോകൻ, ബോംബെ, ആലമ്പലം തുടങ്ങിയവർക്ക് പ്രധാനമായ റോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മുന്നേ തന്നെ ട്രെയിലർ കണ്ട ഓരോ വ്യക്തിക്ക് അറിയാം, ഇതൊരു മെഡിക്കൽ ക്രൈം ത്രില്ലറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം ട്രെയിലറിലും വ്യക്തമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരാണെങ്കിലും പലരും പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. അത് എത്രമാത്രം കാണുന്ന പ്രശ്നം ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഉള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ക്യാമിയോ റോൾ വരുന്നുണ്ട്. അപ്പോൾ അത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കി, അത് ആവശ്യമായ ഘടകമാണെന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഓസിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹത്തിന് മുന്നിൽ 5ാം പാതിരയായിരുന്നു. അപ്പോൾ 5ാം പാതിര പോലുള്ള ചിത്രം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരിക്കലും താഴ്ന്ന ആരും പ്രതീക്ഷിച്ചില്ല. കാരണം അദ്ദേഹം വീണ്ടും ഡയറക്ഷൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നു, അതും വീണ്ടും മറ്റൊരു ത്രില്ലർ, ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മിഥുൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ മിഥുനോട് ചോദിക്കേണ്ട ഒരു അവതാരിക ഇത് 5ാം പാതിര പോലെ തന്നെ മുകളിലത്തെ ചിത്രമാണെന്ന്. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും അല്ല, 5ാം പാതിര സിനിമയ്ക്ക് 6ാം പാതിര ചെയ്താൽ പോലെ ഇത് മറ്റൊരു ഇമോഷണൽ ഒരു ത്രില്ലർ മൂവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മോസ്ല എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം ഇൻവോൾവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒരു കുറ്റാന്വേഷണമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഓസിലിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓസിലിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ജയറാമിൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് കാണിച്ചിട്ടുള്ളത്. കാരണം മോസിലിൻ്റെ ഒരു ചെറുപ്പകാലം, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നടക്കുന്ന ട്രാജഡിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഭയങ്കര ഡിപ്രഷനിൽ പോകുന്നു, ജോലിയിൽ നിന്നും കുറേ കാലം പിന്നോക്കം നിൽക്കുന്നു. പിന്നീട് ആദ്യം നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉറക്കമില്ലായ്മ, പല തോന്നലുകൾ വരുന്നു, അവശനായിട്ടൊന്നിനും വയ്യാത്തൊരു സ്ഥിതിഗതിയിലേക്ക് പോകുന്നു. കാരണം ജോലിയിൽ നിന്നും വീണ്ടും പ്രവേശിക്കേണ്ട രീതിയിൽ തന്നെ എല്ലാത്തിനും പിന്മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു ദിവസം ഒരു ക്രൈം നടക്കണം, ഒരു മെഡിക്കൽ ക്രൈം പറഞ്ഞ പോലെ തന്നെ. പിന്നീട് അതിന് പിന്നിൽ ആരാണ് അന്വേഷിക്കുന്നതാണ് ചിത്രം മുന്നോട്ട് പോയിട്ടുള്ളത്. ഓസിനെ കുറിച്ച് പറഞ്ഞ പോലെ എടുത്തു പറയാനുള്ള ഇതിൻ്റെ ഡ്യൂറേഷൻ തന്നെയായിരുന്നു. അത് കാരണം ഏകദേശം 2.5 മണിക്കൂറിനുള്ളൂ ചിത്രം, എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അതിൽ മറ്റൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റു ഘടകങ്ങൾ പലതുമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജയറാമിൽ തുടക്കത്തിൽ തന്നെ ജയറാം മകൾക്ക് ഒരു തക്ഷകൻ്റെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വിഷം വയറ്റിൽ ചെന്നുള്ള കഥയായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിന് ഉത്തരം നമുക്ക് അവസാന ഭാഗത്താകുമ്പോഴേക്കും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ മെഡിക്കൽ ക്രൈമാണ് പിന്നെയും കൊലപാതകം നടക്കുന്നത്. നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മെഡിക്കലുമായിട്ട് ഒരു പ്രത്യേക ഭാഗത്തോടെയാണ് കൊല്ലപ്പെടുന്നത്. കാരണം നമുക്കറിയാം കൂടുതലായിട്ട് ഡോക്ടറും കാര്യങ്ങളും ബന്ധപ്പെട്ട ആർക്കൊക്കെ അറിയായിരിക്കും. ഇത് സാധാരണക്കാർ ചിത്രം കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവണമെന്നില്ല, അവർ പറഞ്ഞ് വിശ്വസിക്കാൻ വേറെ വഴിയൊന്നുമില്ല. കാരണം ഇത് തുടയിലൂടെ ഭാഗത്തൊക്കെ ബ്ലീഡ് ചെയ്തിട്ടാണ് കൊല ചെയ്യപ്പെടുന്നത്. നമുക്ക് ട്രെയിലർ കണ്ടാലും അത് വ്യക്തമായി തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ പറയാൻ വിശ്വസിക്കലാണ്ട് വേറെ വഴിയൊന്നും കാണിക്കുന്നില്ല. ഇത് നമ്മൾ പ്രകടനത്തിലോട്ട് വരാം. പ്രകടനത്തിൽ വരുമ്പോൾ ജയറാം എന്ന് പറയുന്ന നടൻ്റെ മലയാളത്തിലേക്കുള്ള നീണ്ട കാലത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. ജയറാം അദ്ദേഹത്തിന് കൊടുത്തുള്ള ക്യാരക്ടർ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തു. പക്ഷേ ചില ഭാഗത്തൊക്കെ അദ്ദേഹം ഭയങ്കര ഏർപ്പെടുത്തും അല്ലെങ്കിൽ ഒട്ടും വയ്യാത്തൊരവസ്ഥയിലാണ് ജയറാം മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം വേറെ ഒന്നല്ല, കാരണം അദ്ദേഹം കുറച്ച് ഏജിലുള്ള കഥാപാത്രമാണ്, അവശനായിട്ടുള്ളൊരു അവസ്ഥ ഇവിടെ കടന്നു പോകുന്ന കഥാപാത്രമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ചിലന്നൊക്കെ നമ്മൾ ലാലേട്ടൻ്റെ വില്ലൻ്റെ മാന്യൂര എന്ന് പറയുന്ന കഥാപാത്രമൊക്കെ ഇടയ്ക്ക് ടച്ച് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ അത്രത്തോളം ഒന്നും എത്തിയില്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കില്ല. എങ്കിൽ പോലും ജയറാമിനെ കഴിയുന്ന രീതിയിൽ അധികം മോശമല്ലാത്ത രീതിയിൽ തന്നെ ചെയ്തു എന്ന് വെച്ച് ജയറാമിൻ്റെ ഗംഭീരമായ തിരിച്ചൊരു അടിപൊളി എന്ന രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ജയറാം ചെയ്തിട്ടുണ്ട്. കാരണം പക്ഷേ അദ്ദേഹത്തിൻ്റെ ലുക്കും കാര്യങ്ങളും നടത്തും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അല്ല ബോഡി ലാംഗ്വേജും എല്ലാം തന്നെ ഓക്കെ ആയിരുന്നു. എങ്കിൽ പോലും ചില ഭാഗത്തൊക്കെ ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. കാരണം അതിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയ സീനിൽ ഒരു തോക്ക് എടുക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു നടനാണെങ്കിൽ പക്ഷേ കുറച്ചൊരു മാസമായിട്ട് അല്ലെങ്കിൽ കയ്യടിപ്പിക്കുന്ന സീൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭാഗം കണ്ടിട്ട് ഒരാൾ പോലും കയ്യടിച്ചില്ല. കാരണം ഒട്ടും തന്നെ അവശനായിട്ടാണ് കാണുന്ന പ്രേക്ഷകർക്കും ആ അവസ്ഥ കണ്ടപ്പോൾ തോന്നിയില്ല. എനിക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്. മറ്റുള്ള പ്രകടനം നോക്കി ഇതിൽ ക്യാമറ റോൾ മമ്മൂട്ടി വരുന്നുണ്ട്. മമ്മൂട്ടി വരുമ്പോൾ അത് പടത്തിൻ്റെ അതായത് ആഫ്റ്ററിന് ശേഷം ഒരു വ്യത്യസ്തമായ ഘടകത്തിലാണ് മമ്മൂട്ടി വരുന്നത്. ഏകദേശം ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ അടുത്ത് മമ്മൂട്ടിയുടെ സ്റ്റോറിയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ മമ്മൂട്ടിയുടെ ഇൻട്രോയിൽ കൊടുത്തിട്ടുള്ള BGM കാര്യങ്ങളൊക്കെ ഒരു രക്ഷയാണ്, കിടു തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ ഡെലിവറി ആണെങ്കിൽ പോലും ഇതിനടുത്ത കൊണ്ട് എത്തിച്ച പോലത്തെ എനിക്ക് തോന്നി. കാരണം എനിക്ക് ഒട്ടും തന്നെ ഒരു കൺവിൻസിംഗ് ആയി തോന്നിയില്ല. മമ്മൂട്ടി അവതരിപ്പിച്ച ആ കഥാപാത്രമായിട്ട് ഒട്ടും തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തോന്നിയില്ല. കാരണം അദ്ദേഹം ഒട്ടും തന്നെ അഫഷനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നുണ്ട്. ആ ഇൻട്രോസിൻ കിടു തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഇത് മമ്മൂട്ടി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ചെയ്താൽ പോലും പക്ഷേ അത്ര തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം ഇത് മമ്മൂട്ടി വന്നാലും വന്നില്ലെങ്കിലും ആ കഥാപാത്രം അല്ലെങ്കിൽ വേറൊരു കഥാപാത്രം ചെയ്തിട്ട് അത് മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നി. പിന്നെ അനശ്വരാജിൻ്റെ എടുത്ത് പറയാനുള്ള അവരുടെ ഇമോഷൻ സീൻസൊക്കെ ഉണ്ട്. അത് വളരെയധികം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ സാധിച്ചു. അതായത് എടുത്ത് പറഞ്ഞ അവർ കരച്ചിലുള്ള സീൻസൊക്കെ തന്നെയാണ്. അവർ നമുക്കറിയാം, ഞാൻ ലാസ്റ്റിന് നേരെന്ന് വേണ്ട മൂവി തന്നെ അനശ്വരയുടേത്.
അത് തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ട് ഇതിൽ നിന്നും വീണ്ടും മറ്റൊരു ആംഗിളിലേക്ക് അവർ അവതരിപ്പിക്കുന്ന കുറച്ച് പഴയൊരു കാലഘട്ടത്തിലൂടെ കഥ പറഞ്ഞു പോകുമ്പോൾ സാരി എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പഴയൊരു കാലഘട്ടം ആ ഫീൽ കിട്ടുന്നുണ്ട്. കാരണം ആ നടിക്ക് ഏത് ഏജിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു വീണ്ടും മാറ്റി ചോദ്യചിഹ്നമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ പ്രകടനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം മികച്ച രീതി തന്നെ അനുസരിതത്തിൽ കാഴ്ച വെച്ചിട്ടുണ്ട്. മറ്റൊരു എടുത്ത് പറഞ്ഞാൽ അർജുന അശോകൻ്റെ റോൾ തന്നെയാണ്. അർജുന അശോകൻ കുഴപ്പമില്ലാത്ത രീതി തന്നെ നല്ല രീതി തന്നെ അത് ചെയ്തു. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ബോംബെ ആലമൂടൻ, അതുപോലെ തന്നെ മറ്റുള്ള പല പല വ്യക്തികളും എല്ലാ റോളും തന്നെ ഇത് വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ തന്നെ മോശമാക്കുക തന്നെ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ നമുക്കറിയാൻ സാധിക്കാനും മിഥുൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ള ഒരു ഡയറക്ഷൻ മേക്കിംഗ്, ആ മേക്കിംഗ് രീതി ഇതിൽ പണിയെടുത്തിരുന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ കാണുന്നൊരു പ്രേക്ഷകന് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നെഗറ്റീവിൽ പറയാൻ വേണ്ടിയുള്ള കാര്യം തന്നെയാണ്. ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. കാരണം നമ്മൾ പല പല ഈ രോമാഞ്ചം അല്ലെങ്കിൽ എൻജിൻ എന്ന് പറഞ്ഞ സീൻസ് പോലെ തന്നെ വളരെ സ്ലോ പേസ്ഡിലാണ് മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് പെടാന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴും പല പല സീൻസ് നമുക്ക് കൈയടിക്കണം എന്ന് തോന്നുന്ന പല സീൻസ് പോലും ഒട്ടും തന്നെ ഭയങ്കര ഡൗൺ ആയിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിച്ച സൃഷ്ടിൻ്റെ വളരെയധികം പോരാൻ വേണ്ടി എനിക്ക് തോന്നി. അതുപോലെ തന്നെ ബി ജി എം ഒക്കെ തന്നെ ഗംഭീരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ടൈറ്റിൽ കൊടുത്തുള്ള ബി ജി എം മമ്മൂക്കയുടെ ഇൻട്രോയിലുള്ളത് 2 സാധനങ്ങളാണ് അതിൽ എടുത്ത് പറയാനുള്ള സാധനമായിട്ട് തോന്നി. പക്ഷെ നമ്മൾ പടം വിട്ടിറങ്ങുമ്പോൾ കൂടെ കൊണ്ടു ചെല്ലാൻ നല്ല മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മനസ്സിലെടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വിജയമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ലെങ്കിൽ പോലും ഈ പടത്തിന് ആവശ്യമായ ഘടകത്തിലൂടെ തന്നെ അവർ അത് ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ ലെവൽ തന്നെയായിരുന്നു. പിന്നെ ഒരു പാട്ടുണ്ട്, ഒരു പഴയൊരു കാലഘട്ടത്തിൽ പാട്ട് എടുത്തു കൊണ്ടുവന്നുണ്ട്. അത് രസമായിട്ട് തോന്നി. പിന്നെ മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ഇതിൽ ഇവരെല്ലാവരും പഴയൊരു കാലഘട്ടമായി കാണിക്കുന്നുണ്ട്. അതായത് ഫ്ലാഷ് ബാക്കിൽ കോളേജ് ഒരു കാലഘട്ടം, അതെല്ലാവരും ഓക്കെ ലെവൽ തന്നെയായിരുന്നു. കാരണം ഇതിലുള്ള വലിയ കാസ്റ്റിങ്ങുകളൊക്കെ പലതും ഓവർ കാസ്റ്റിംഗ് അല്ലെങ്കിൽ മിസ് കാസ്റ്റിംഗ് പോലും എനിക്ക് അനുഭവപ്പെട്ടെങ്കിൽ പോലും ആ പഴയ കാലഘട്ടത്തിൽ അവതരിപ്പിച്ച കുറച്ച് കോളേജ് ആയിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരുള്ള വ്യക്തികളുണ്ട്. അവരെല്ലാം ഗംഭീരമായ പ്രകടനം തന്നെ കാഴ്ച. ഇനിയും മലയാള സിനിമയിൽ അവർക്ക് ഇതിലും മികച്ച രീതിയിലുള്ള ചിത്രങ്ങളെല്ലാം കാണുമെന്ന് ഇതിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ മുൻ ചിത്രങ്ങളിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇതിൽ ആദ്യത്തെ ചിത്രമാണെങ്കിൽ പോലും അതൊട്ടും തന്നെ തോന്നിപ്പിക്കാതെ കുറച്ച് ഇറിറ്റേഷൻ തോന്നും അല്ലെങ്കിൽ കൈയിടിപ്പിക്കാതെ മികച്ച പ്രകടനം എന്ന് തോന്നുന്ന രീതിയിലൊക്കെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മികച്ച കൈയ്യടി തന്നെ അവർക്ക് കൊടുക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവിൽ പറഞ്ഞപ്പോൾ തന്നെ എവിടെയും പിടിച്ചിരുത്താൻ സാധിക്കുന്നില്ല പോലെ എനിക്ക് ഓസിലിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. പല പല ഭാഗങ്ങളും ഭയങ്കര ഓവറായിട്ട് തോന്നി. അതുപോലെ തന്നെ ഒട്ടും തന്നെ ഒരു ഡൗൺ ആയിട്ടുള്ള പോലെ തന്നെ മുന്നോട്ട് പോകില്ല. കാരണം ത്രില്ലിംഗ് ആയി കാണുന്ന പ്രേക്ഷകർക്ക് ഒരു രോമാഞ്ചം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ചിത്രം സാധിച്ചില്ലെങ്കിൽ പോലും ഓസിലർ എന്താ പറയുക, ഓസിലായിട്ട് തന്നെ മറ്റു ചിത്രങ്ങളെ കമ്പയർ ചെയ്യാതെ ഓസിലായിട്ട് കാണാൻ സാധിച്ചൊരു ഏവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.